അപ്പോൾ മക്കളെ എല്ലാവർക്കും വിഷുവിൻ്റെ ഒരു ആശംസകൾ. പ്രത്യേകിച്ച് ഞാനും വിചാരിച്ച് നമുക്കൊരു വിഷ്കട്ട ഒക്കെ ഉണ്ടാക്കി. വിഷ്കട്ട മീൻ കൂട്ടാൻ കൂടി തിന്നാൻ ഭയങ്കര രസമുണ്ടാ എൻ്റെ പൊന്നോ. അപ്പം ഈ വിഷുവിൻ്റെ സദ്യയിൽ ഇത്രയും വിഭവങ്ങളുള്ളൂ നമുക്കിട്ടാ. ഇത്രയും വിഭവങ്ങളുള്ളൂ, കാണില്ലേ ശരിക്കും? ഇത്രയും വിഭവങ്ങളുള്ളൂ. ഇത് കൂട്ടുകറി. കൂട്ടുകറി എന്ന് വെച്ചാൽ ഒന്നും പറയണ്ട എൻ്റെ പൊന്നേ, സൂപ്പർ. ഞാൻ ഉണ്ടാക്കിയല്ലേ സൂപ്പർ. ഇത് നമ്മൾ അവിയൽ സൂപ്പർ. ഓ മുരിങ്ങക്കായൊക്കെ ആകെ ഇതായി ഉടഞ്ഞ്. ഇത് നമ്മളെ പ്രിയപ്പെട്ട ചക്കക്കുരു ഉപ്പേരി വെച്ചിട്ടുണ്ട്. ഇന്നാൾ ചക്ക മേടിച്ചില്ലേ, അതിൻ്റെ പുല്ലുട്ടാ. നല്ല ചക്കക്കുരു, നല്ല മധുരമുണ്ട്, നല്ലോണം ഇത് പോവും. നമ്മൾ ബഹുമാനപ്പെട്ട സാമ്പാർ ചോർന്ന്. ഇത് നമ്മൾ വിഷ്കട്ട. ഇന്നലെ ഞങ്ങളെ മൊനമ്പ ബീച്ചിൽ പോയി അഴിക്കലിട്ടാ. അവിടെ ചീന വിലക്കാരൊക്കെ മീൻ മേടിച്ച് മീൻ കാണാൻ പോയി. ഇതൊക്കെ അതൊന്നും പറയേണ്ട പൊന്നെ. ഞാൻ ആദ്യമായിട്ടാണ് ചീന വലയുടെ പെട്ടി ഇതുമലേക്ക് കയറിയത്. എന്നോട് അവർ പറഞ്ഞ് കയറിക്കോളാം. എനിക്ക് പേടിയായിട്ടേ, എന്നാലും വേണ്ടില്ല, പഠിച്ചോനെ നിർച്ചക്കാരെ വിളിച്ചൊക്കെ അടുത്ത് കയറി. അങ്ങനെ മീൻ മേടിച്ച് 400 രൂപ കിലോ. ഇത് നമ്മളെ വിഷ്കട്ട. അല്ലോ മക്കളെ, വിഷ്കട്ട കഥ പറയണ്ടട്ടാ. ഈ വിഷ്കട്ട തല്ലിക്കൊന്നാലും പൊട്ടൂല. അത്രക്ക് വരട്ടി ഞാൻ സെറ്റാക്കി എടുത്തത്. ആദ്യമായിട്ടൊന്നും തോന്നുന്നുണ്ട് ഇങ്ങനെ ചെയ്തത്. ചെയ്യാറുണ്ട്, പക്ഷേ അങ്ങനെ തോണ്ടി തിന്നാം. ഇതിങ്ങനെ സ്ക്വയറായിട്ട് കിട്ടിയിട്ടാണ് നമുക്ക്. സമചതുരം എന്ന് പറയില്ലേ നമ്മളെ വിനോദൻ സാറ് നമ്മളെ, അതുപോലെ സമചതുരം. ഓക്കെ. അപ്പം അത് മീൻ കൂട്ടാൻ കൂട്ടിയിട്ടുണ്ട്. പിടിക്കണം. അല്ലാ സഹിക്കൂലട്ട പൊന്നോ, ഇതൊന്നും പറ്റൂലട്ടാ. അല്ലോ മറഹേ, അല്ലോ സഹിക്കൂല മക്കളെ. മീൻ കളമ്പ് അതോ പഞ്ഞി പോലെ നമ്മൾ ഫ്രഷ് കഴിച്ചതല്ലേ. അന്ന് തിന്നോക്കണം എൻ്റെ മക്കളെ. സൂപ്പർ. മീൻ കൂട്ടാൻ്റെ ഇവിടെ അത്ര ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് നല്ല എരിവ് വേണം. പിന്നെ സാമ്പാർ കൂട്ടിയിട്ട് നമ്മൾ പിടിക്കും. കൂട്ടുകറിയിൽ എന്താ വെച്ചിട്ടത്, കടലുണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, ശർക്കര വയ്ക്കും. അത് നല്ല ആരും പറയില്ല കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ വിഷു സദ്യ. നമ്മളത് സദ്യ ഉണ്ടാക്കി നമ്മളെന്താ കഴിക്കുക. പിന്നെ പ്രത്യേകമായിട്ട് പറയാൻ പറഞ്ഞു, ഈ വിഷുവിന് സദ്യക്ക് ഇല. സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ വാഴ ഇപ്പം ഇല്ല, ഉണ്ടായിരുന്നു. ഈ അവിടെ ഇവിടെയൊക്കെ പറമ്പൊക്കെ കളിച്ച് പോയപ്പോൾ സ്ഥലമില്ലാണ്ടായപ്പോൾ വാഴ കളഞ്ഞ്. ചെറിയ കൃഷികളും മരങ്ങളും മാത്രമേ ഉള്ളൂ, വാഴയില്ല. അപ്പം ഈ വാഴയുടെ അടുത്ത വീട്ടിൽ പോയിട്ടേ ലീന എന്ന് പറയും, ലീന ആനന്ദൻ. അപ്പോൾ ആനന്ദേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്. ചേട്ടാ ഇത് റീൽസ് എടുക്കായിരുന്നു, ഒരല്ല തന്നേന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ്റെ ഇത് വലിയൊരു നാക്കളെ വെട്ടി തന്നു പാവം. അപ്പം ചേട്ടനക്ക് വലിയൊരു ടെൻഷൻ കിട്ടാ ഇതിൽ. നമ്മളെ ലോകക്കാരെന്ന് പറഞ്ഞാൽ നമ്മളത് അതുപോലെ നമ്മൾ സ്നേഹം. അപ്പം അതാണ് നമ്മൾ ഇന്നത്തെ വിഷുവിൻ്റെ കഴിക്കൽ. അപ്പം എല്ലാവർക്കും ഹാപ്പി വിഷു. എല്ലാവരും സന്തോഷമായിരിക്കട്ടെ. അഭിവൃദ്ധിയുടെയും സമൃദ്ധിയുടെയും